പാറമട ഓണച്ചന്ത. കൊള്ളാം. ഗുഡ് ലക്ക്. ചേട്ടാ, എനിക്ക് നാരങ്ങ വെള്ളം കപ്പലിന്റെ ഉണ്ടായി. വീട്ടിൽ ചെന്നിട്ട് കലക്കി തരാം. അപ്പൊ കപ്പലിന്റെ ഉണ്ടായി മേടിച്ചു തരാടി. ചേട്ടാ, നമ്മള് പോസ്റ്റർ ഒടിച്ചില്ലേ? അന്നെ നടക്കോട്ട് നോക്കിയേ. ഷിബു റാക്സ് ഓണക്കാല ചിന്ത. ഷിബു, നമ്മുടെ ഷിബുവാ? ഓ, അവൻ തന്നെ. ഓണക്കാല ചിന്ത. ചേച്ചി, എവൻ നമ്മുടെ പാറിന്റെ കൂടെ പറഞ്ഞ സ്കൂളിൽ ഉണ്ടോ കേട്ടാ? കൂട്ടത്തില് നീയും പോണ ഒറ്റടത്തിന് എഴുത്തും വായന അറിയാൻ പാടില്ല. ഷിബു റാക്സ് ഒക്കാല ചിന്ത എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കാല ചിന്ത? അത് അവനും ഈ ഓണച്ചന്ത തുടങ്ങാന്ന് വിചാരിച്ചാണ്. അത് ശരി. അപ്പൊ മൊബൈൽ കച്ചവടം ഒക്കെ നിർത്തി പച്ചക്കറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞാ? ബിസിനസ് അല്ലേ ചേച്ചി. വിചാരിച്ചാണ് ഈ സമയത്ത് ഇങ്ങനെ കച്ചവടം ചെയ്തത് നല്ല വരുമാനം കയ്യിരിക്കുന്നു. അല്ലടേ, അത് പറയാൻ പറ്റത്തില്ല. ചിലപ്പം അവൻ ഇപ്പോഴായിരിക്കും സ്ട്രൈക്ക് ചെയ്തത്, നല്ല ബിസിനസ് ആയിരിക്കും. എങ്ങനെ അതുകൊണ്ടായിരിക്കും അവൻ ഈഗോ അടിച്ചാണിത്. പിന്നെ കഴിഞ്ഞ ദിവസം ചെണ്ടമേളവും ബഹളവും ഡാൻസും കുത്തൊക്കെ ഇവിടുന്ന് ചിരിച്ചോണ്ടിറങ്ങി പോയ ആളാ. അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇനി അവൻ തനി ബിസിനസ് തന്നെയാന്ന്. അവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. പല കളികളും നോക്കും അവനൊക്കെ. അവൻ്റെ ഷിബുറാക്സ് ഓക്കാല ചിന്ത പിടിച്ചത്. ഇത് എന്റെ പോസ്റ്ററിന്റെ അടുത്ത് വേണ്ട, ഓട്ട്. ഇത് മൊത്തം ഒട്ടിച്ചിട്ട് പോയേക്കണ. ഷിബുറാക്സ് ഓണക്കാല എന്താ ഇത്? എന്താ ഇത്? ഒരു കാര്യം ചെയ്യ, അവന്റെ നമ്പരോട് അടിയിൽ എഴുതി വെക്കട്ടാ. ബാക്കി നാട്ടുകാരെ വിളിച്ച് വിളിച്ചോളൂ. ഓരോ വെളിവില്ലാത്തരം കാണിച്ചു വെക്കും. ഇത് കളയടാത്. അല്ലെങ്കിൽ അത് തന്നെ ഞാൻ ചെയ്യാൻ പോണം. പച്ചയിട്, പച്ചയിട്, പച്ചയിട്. നീങ്ങിക്കോ. പറയണില്ല. ഇത് മതി. പാറമട അറിയാവുന്നല്ലേ പാറമട ഓണച്ചന്ത നമ്മളാണ് നടത്തുന്നുള്ള കാര്യം. പിന്നെ അവന് തന്നെ എന്തിനാ ചെയ്യണേ? പോട്ടെ വിടെ. ബിസിനസ് ആയിട്ട് കണ്ടാ മതി. പ്രൊമോഷൻ ഒക്കെ അല്ലേ ചെയ്യട്ട്. നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ളപ്പോഴാണ് ടീം സ്പിരിറ്റ് കിട്ടും. അതെ 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 അതെ, ടീം സ്പിരിറ്റ് കിട്ടും. നല്ല കോമ്പറ്റീഷൻ കാണണം. വാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അതോടെ പറ. അല്ല പിന്നെ നിങ്ങൾ ഈ കിടന്ന് തടയണോണ്ടാണ്. ഞാൻ പോയിട്ട് വിളിച്ചിറക്കി 2 ഞാൻ കൊടുത്താൻ അവന്. നിനക്ക് എന്തിന്റെ പ്രശ്നോട് കേശു? നീ നടങ്ങിയിരുന്നാണ്. ചേട്ടാ, നല്ലൊരു ദിവസം വരാൻ പോവാനുട്ടോ. ചുമ്മാ ഓവറാക്കല്ലേ നീ. എനിക്ക് അതല്ല മനസ്സിലാകാത്തത്. അങ്ങനെ പെട്ടെന്ന് കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യം എന്താണ് അല്ലേ? എന്താടാ, എന്ത് പറ്റി? പോസ്റ്റർ ഒന്നും പറഞ്ഞില്ലേ? ആ കെമിക്കൽ ഷിപ്പ് നമ്മള് പോസ്റ്റർ ഒട്ടിച്ചതിന്റെ നടുക്ക് അവന്റെ പോസ്റ്റർ ഒട്ടിച്ചു. അവനാ പാറുപ്പ് നിന്ന് കൊള്ളുവേ. ഇത്രയൊക്കെ കാണിച്ചിട്ട് സാറിന്ന് വിളിക്കണോ? തുറക്കുത്തരം പറഞ്ഞോണ്ടല്ലോ. അമ്മൂമ്മ, ശരിക്കുള്ള സംഭവം തരുന്നറിയോ? എന്തുവാ പറ. നമ്മൾ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് എവള് പറഞ്ഞ പോലെ അവൻ അതിന്റെ നടുക്കൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ച്. നമ്മൾ വിചാരിച്ചു ശരി പോട്ട്, ഒരു പോസ്റ്ററല്ലേ അവൻ ഒട്ടിച്ചിട്ട് എങ്ങനെയോ പോട്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരികയായിരുന്നു. അന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഒട്ടിച്ചേക്കണ പോസ്റ്ററിന്റെ സൈഡിലും മൂലയ്ക്കും അപ്പുറവും ഇപ്പുറവും ഒക്കെ
ഞാൻ പിന്നെ അവന്റെ പോസ്റ്റർ നമ്മൾ ഒരു പോസ്റ്റർ ഒട്ടിച്ച് അവൻ 4 പോസ്റ്റർ ഒട്ടിക്കും ചുറ്റിനും. അവനെ ഞാൻ പിന്നെ എന്നാ ചെയ്യണം അമ്മ? എതുക്കടാ അവൻ அப்படியெல்லாம் செஞ்சான்? അവൻ സെഞ്ചവൻ ഞാൻ പറയണില്ലേ ഒന്ന്. കനാൻഡി ഇവിടുത്തെ ഓണത്തല്ല് കണ്ടിട്ടില്ലല്ലോ? ഇല്ലടാ. ഇത്തവണ ഞാൻ കാണിച്ചുതരാം എന്തരാണ് ഓണത്തല്ലെന്ന്. അതല്ലേലും അങ്ങനെയാണല്ലോ. ഇവിടെ എന്തായാലും നല്ല കാര്യം എന്തായാലും വിശേഷം വരുമ്പോൾ തന്നെ തല്ലും പിടി അടി ക്യാസും തന്നല്ലേ. ആരടിക്കണോടാ? കാര്യം പറ, ആരടിക്കണം? പറ ആരടിക്കണം? കാര്യം പറ, ആരടിക്കണോന്ന്? അയ്യോ ഒന്നുമില്ല. അത് ഇവരും ആ കെമിക്കൽ ഷിപ്പും തമ്മിൽ എന്തോ ഒരു ചെറിയ ഈഗോ പ്രശ്നം. എടാ നീ അത് വിടടാ, അവൻ ചുമ്മാ രസത്തിലേതായിരിക്കും. അവന്റെ രസം ഞാൻ രസം കലക്കി കൊടുക്കുന്നുണ്ട് ഞാൻ.